ദ സാക്രിഫൈസ് ഓഫ് ദ ഫാദർ. പിതാവിൻ്റെ ത്യാഗം. പിതാവ് പുത്ര പരിശുദ്ധാത്മാവിൽ the love that exists between the triune God is love in the purest form. അതായത് പിതാവ് പുത്രനെ പരിശുദ്ധാത്മാവ് അവർ തമ്മിലുള്ള സ്നേഹമാണ് ഏറ്റവും നല്ല വിശുദ്ധമായ ഹോളിയായിട്ടുള്ള നല്ല സ്നേഹം. ആ സ്നേഹം മനുഷ്യരിലേക്ക് പകരാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മളെപ്പോഴും ഓർക്കേണ്ടത് നല്ല സ്നേഹമുള്ളിടത്ത് വേറൊരു കൗണ്ടർ ഫീറ്റും ഉണ്ട്. ദൈവത്തിൻ്റെ അല്ലാതെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി സ്നേഹം നടിച്ച് കാണിക്കുന്നത്, അവനവൻ്റെ കാര്യം നേടാൻ. അതാണ് പിശാച് ചെയ്യുന്നത്. പിശാചിനോ നഷ്ടപ്പെട്ട പദവി മനുഷ്യപുത്രന് കൊടുത്തപ്പോൾ ദൈവത്തോട് അവന് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ദൈവം ഇഷ്ടപ്പെടുന്ന മനുഷ്യരാകുന്ന നമ്മളെ ദിനംപ്രതി ഉപദ്രവിക്കാനാണ് പിശാച് പ്ലാനിട്ടിരിക്കുന്നത്. കാരണം അവനറിയാം അവനോ രക്ഷ കിട്ടത്തില്ല, പിന്നെ രക്ഷ കിട്ടാൻ സാധ്യതയുള്ള നമ്മളെ കൂടെ ദിനം പ്രതി നമ്മൾ ഉഴലുമാറാക്കുക, അതായത് നമ്മളെ അങ്ങ് കഷ്ടപ്പെടുത്തുകയാണ്. എ പെർഫെക്റ്റ് ലവ് ബിറ്റ്വീൻ ഫാദർ ഗോഡ്, ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ദ ഹോളി സ്പിരിറ്റ് ഈസ് ലൈക്ക് എ ട്രയാങ്കിൾ. അതൊരു ട്രയാങ്കിളാണ്. ഈ ട്രയാങ്കിളിനെ ആർക്കും ബ്രേക്ക് ചെയ്യാനൊക്കത്തില്ല. അത് ഇന്ന് വരെയും എന്നേക്കുമായിട്ട് മാറ്റമില്ലാത്ത സ്നേഹമാണ്. അതാണ് അതിവിശുദ്ധ സ്നേഹം. ആ വിശുദ്ധ സ്നേഹത്തിന് ആർക്കും അടുക്ക ചെല്ലാനൊക്കത്തില്ല. പിന്നെ പിതാവിനെ റെപ്രസെൻ്റ് ചെയ്ത് വന്ന പുത്രൻ തമ്പുരാന് ക്രൂശിന്മേൽ ദ ലവ് ഇൻ ആക്ഷൻ, ആ സ്നേഹം എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടതെന്നുള്ളത് അൾട്ടിമേറ്റുമായിട്ട് കാണിച്ചത് തന്നെത്താനെ നമ്മുടെ പാപത്തിന് വേണ്ടി ഏറ്റുകൊടുക്കുകയാണ്, ഏൽപ്പിച്ചു കൊടുക്കുക. എന്നെ എടുത്തു, ഞാൻ ഈ ലോകത്തിൻ്റെ പാപത്തിനു വേണ്ടി നമ്മൾ ഈ റോമർക്ക് ലേഖനം 8-ാം അധ്യായമൊക്കെ വായിക്കുമ്പോഴത്തേക്ക് പ്രകൃതി പോലും പാപത്തിൻ്റെ ഭാരത്തിൽ ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഞാനെപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. ശരിയാണോ? പ്രകൃതി പാപത്തിൻ്റെ ഭാരത്തിൽ ഞരങ്ങിക്കൊണ്ട്, മനുഷ്യൻ ഞരങ്ങുന്ന നമുക്ക് മനസ്സിലാകാം. മനുഷ്യന് എന്നും ഞരക്കമാണ്. ഈ മനുഷ്യരിൽ തന്നെ പരിശുദ്ധാത്മാവില്ലാതെ, ദൈവത്തിൻ്റെ ആത്മാവില്ലാതെ കഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരുടെ മുഖത്ത് നോക്കിയാൽ അവർക്ക് ഒരു ഹോപ്പുമില്ല. മറ്റവർക്ക് പ്രശ്നമുണ്ടെങ്കിലും somehow they are looking for hope. മറ്റേ ഈ ദൈവത്തെ അറിയാൻ വയ്യാത്തവർക്ക് ഹോപ്പ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ പോലും ഇല്ല, അതിനെക്കുറിച്ച് ഒരു ചിന്തിക്കുന്നില്ല. ബിക്കോസ് ദേ ഹാവ് നെവർ ഹേർഡ് ഇറ്റ്. അപ്പം പിതാപുത്ര പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹത്തിന്, ആ മാറ്റമില്ലാത്ത സ്നേഹത്തിന്, പുത്രൻ കാണിച്ചതിന് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നമ്മൾ പകർന്നു കൊടുക്കണം. ദാറ്റ്സ് വാട്ട് ഐ സെഡ് ഏർലിയർ. ഇതൊരു ഫ്ലോയാണ്, ഇതൊരു നദി പോലെ ഒഴുകുകയാണ്. ഇത് ഒഴുകുന്നത് നമ്മൾ അറിയണമെന്നില്ല. നമ്മളിക്കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നെങ്കിൽ, പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുന്നെങ്കിൽ, അത് നമ്മൾ ചെല്ലുന്നിടത്തും പോകുന്നിടത്തും എല്ലാം ഇതിന് പ്രസക്തിയുണ്ട്. അതാണ് ഈ പഥ്യമായ വെള്ളം ചെല്ലുന്നിടത്തെല്ലാം ജീവൻ വെച്ചു എന്ന് പറയും. നമ്മൾ പാട്ട് പാടാറുണ്ട്. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ. ചലിക്കുന്ന എല്ലാ പ്രാണികളും ചലനമുണ്ടാക്കി ജീവൻ പ്രാപിക്കാൻ തക്കതായ ഈ ദൈവസ്നേഹത്തിൻ്റെ ഒഴുക്കാണ് ഒഴുകേണ്ടത് വചനത്തിൽ കൂടെ. അത് നമ്മൾ ചെയ്തുകൊണ്ടല്ല, നമ്മൾ അനുസരിക്കുക മാത്രമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ഈ വികാരം അല്ലെങ്കിൽ എൻ്റെ സൗകര്യം, എൻ്റെ സുഖമൊന്നും ഇതിനകത്ത് വരുന്നില്ല. ഐ എം ജസ്റ്റ് ഒബേയിങ് ദ ലിവിങ് ഗോഡ്. ഇപ്പോൾ പോകുന്ന സോൾജിയർ യുദ്ധത്തിൽ തോക്കും പിടിച്ചുകൊണ്ട് നിൽക്കുമ്പം എനിക്കിത് വയ്യാന്ന് പറഞ്ഞ് ഇട്ടെറിഞ്ഞ് ഓടാൻ ഒക്കൂല. ഇട്ടെറിഞ്ഞോടിയാൽ മറ്റവൻ തോക്കിട്ട് വെടിവെച്ച് കൊല്ലും. സോ ദാറ്റ് ഈസ് എക്സാക്ട്ലി ദ പൊസിഷൻ ഇൻ ദ സ്പിരിച്വൽ റെലം. ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങിയവർ നല്ല പടച്ചട്ടയിട്ട് ആ സ്നേഹത്തിൻ്റെ ഉറപ്പിൽ, അതായത് എന്ത് വന്നാലും സാരമില്ല, എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്, അതിനാൽ ഞാൻ മുൻപോട്ട് പോകാൻ. അതായത് ഞാൻ ഓർക്കുന്നുണ്ട്, ടി ഡി ജേക്സ് എന്ന് പറഞ്ഞ ഒരു ഞാൻ പണ്ട് പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഈ സ്റ്റേജിൽ കിടന്നിച്ച് നിലത്ത് വീണ് കിടക്കുക, ഈ കനോട്ട് വാക്ക് എനിമോർ. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഉരുണ്ടാണേലും ഞാൻ മുൻപോട്ട് കയറിപ്പോകും. അങ്ങനെ ഉരുണ്ട് അദ്ദേഹം മുൻപോട്ട്. അത് ജയിലിൽ കിടക്കുന്ന ആളുകളോടാണ് പ്രസംഗിച്ചത്. അവരുടെ സ്ഥിതി അതാണ്. ആ സ്ഥിതിക്കനുസരിച്ച് പരിശുദ്ധാത്മാവിടെ വചനം കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഏത് അവസ്ഥയിലിരിക്കുന്നവരെയും രക്ഷിക്കുവാൻ പറ്റിയ പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം ക്രിസ്തുവിൽ കൂടെ നമ്മൾ കാണുന്നത്. അപ്പനാകുന്ന പിതാവ് തൻ്റെ യാഗവസ്തുവായിട്ട് തൻ്റെ പുത്രനെ തന്നെ കൊടുത്തപ്പോൾ, അബ്രഹാം അന്ന് തൻ്റെ സ്വന്തം മകനായ ഏകജാതനായ ഇസഹാക്കിനെ യാഗവസ്തുവായിട്ട് കൊടുത്തപ്പോൾ, ബാലൻ വെട്ടിക്കൊല്ലുമെന്ന് മനസ്സിലായപ്പോൾ പിതാവാം ദൈവം വിളിച്ചു പറയുന്നു, അബ്രഹാമേ, ബാലൻ്റെ മേൽ തൊട്ടുപോയേക്കല്ലേ, ഞാൻ അതിനു പകരം ഒരു ആട്ടിൻകുട്ടിയെ ഒരുക്കിയിട്ടുണ്ട്.
എന്നാൽ സ്വന്തം പുത്രനെ തരാൻ നേരത്ത് പിതാവാം ദൈവം ഒരാട്ടിൻകുട്ടിയെയും ഒരുക്കിയില്ല. ദൈവം നമ്മുടെ സ്വന്തം പുത്രൻ നമ്മുടെ പാപങ്ങൾ ക്രൂശിലേറ്റിയപ്പോൾ അവൻ്റെ ശരീരത്തിൽ അത് വഹിച്ചപ്പോൾ പിതാവ് മൗനമായിട്ട് കാണാതെ നിന്നു എന്നൊരു ഭാഗം കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ക്രിസ്തു ക്രൂശിയെ കടന്ന് കരയുന്നത്, ഏലി ഏലി ലമാ സബക്താനി, അയ്യോ പിതാവേ എന്നെ നീ മറന്നോ എന്ന്. ആ ബന്ധം, ആ ബന്ധം ഒലയാനൊക്കത്തില്ല, ആ സ്നേഹം ഒലയാനൊക്കത്തില്ല. ആ സ്നേഹം കുടുംബങ്ങളിലാണ് ദൈവം സ്ഥാപിച്ചിരിക്കുന്നത്. അത് സ്ത്രീയും പുരുഷനും മക്കളുമായിട്ടാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പനും അമ്മയും മക്കളുമായിട്ട് ഒന്നിച്ചാണ് താമസിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത്. വിട്ടുവീഴ്ച മനോഭാവം, ക്ഷമിക്കാനും, അതായത് നമ്മുടെ ചിന്ത നമ്മളാൽ മറ്റുള്ളവർക്ക് എന്ത് നന്മ ചെയ്യാൻ സാധിക്കുമെന്നുള്ള പ്രയോറിറ്റിയാണ് വരുന്നത്. നമ്മൾ പലപ്പോഴും പറയത്തില്ല, ചിലർ പറയും ഞാനങ്ങ് മരിച്ചാൽ മതിയെന്ന് പറയുമ്പോൾ ഞാൻ ചിലപ്പോൾ വിചാരിക്കും അവരവരുടെ ഭർത്താവ് തന്നെയാണെങ്കിൽ മരിച്ചാൽ മതിയെന്ന് പറയുന്നത് പല പ്രാവശ്യം പറഞ്ഞാൽ അത് അച്ഛൻ്റെ സ്വാർത്ഥതയല്ലേ. അത് ഞാനങ്ങ് മരിച്ചാൽ മതി. വേറൊരാൾ ഇത് കേൾട്ടുകൊണ്ട് ഭർത്താവ് വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മളൊരിക്കലും ചിന്തിക്കുന്നത് നമ്മളെക്കുറിച്ച് തന്നെ ജസ്റ്റിഫൈ ചെയ്യാണ്. ഒരിക്കലും അതാകൂല. വേണ്ടാത്തത് നാവ് കൊണ്ട് പറയരുത്. കർത്താവിന് സങ്കടമാണ്. The love of Father was made manifest in the giving of his son. പിതാവിൻ്റെ ദിവ്യസ്നേഹത്തെ കാണിച്ചത് പുത്രനെ തന്നതുകൊണ്ടാണ്. അപ്പം ഈ ക്രിസ്തുവിനെ നമുക്ക് തന്നത് പിശാചിൻ്റെ മുമ്പിൽ നിന്ന് പാപത്തിനടിമയായിട്ട് അവൻ്റെ ചങ്ങലയിൽ കിടക്കുന്ന നമ്മളെ ആ ചങ്ങല പൊട്ടിച്ചിട്ട് സ്വതന്ത്രരാക്കി പിതാവിൻ്റെ അടുക്കൽ കൊണ്ടുപോകാൻ വേണ്ടി ഉള്ള കടച്ചീട്ട്, ദുഷ്ടൻ്റെ കടച്ചീട്ട് വലിച്ചു കീറി സ്വതന്ത്രരാക്കി നമ്മളെ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് വരേണ്ടത്. അതുകൊണ്ടാണ് പിതാവ് പറഞ്ഞ പുത്രനോട് നീ പോയിക്കോ, യുദ്ധം ചെയ്തിട്ട് വാ, യുദ്ധം ചെയ്ത് പാപം ഏറ്റെടുത്തിട്ട് വാ. പാപത്തിനൊരു നിയമപരമായിട്ട് ഒരാൾ പാപം ചെയ്താൽ അതിന് ഒരാളെ കൊന്നാൽ വേറൊരാൾ അതിനു വേണ്ടി മരിക്കണമല്ലോ. ഒരാളുടെ രക്തം ചൊരിഞ്ഞാൽ വേറൊരാളുടെ രക്തം ചൊരിയണമല്ലോ. കാലിന് കാല് കണ്ണിന് കണ്ണ് എന്നുള്ളൊരു നിയമമുണ്ടല്ലോ. ആ നിയമത്തിന് പകരമായിട്ട് ഇപ്പോൾ ഒറ്റയാളായിട്ട് യേശു ക്രിസ്തു മുമ്പിൽ നിന്നിട്ട് ആദിയാദത്തിൻ്റെ പാപത്തിന് പരിഹാരം ഉണ്ടാകാഞ്ഞപ്പോൾ രണ്ടാം ആദമാവുന്ന യേശു ക്രിസ്തു കടന്നു വന്ന് ആദിയാദത്തിൻ്റെ മക്കളാകുന്ന നമ്മുടെ പാപത്തെ ക്ഷമിപ്പിക്കുന്നു. പിശാചിൻ്റെ വായടച്ച ദൈവം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മുമ്പിൽ നമുക്ക് വേണ്ടി പിതാവ് വെച്ചിരിക്കുന്ന ഒരേ ഒരാൾ യേശു മാത്രമാണ്. യേശു മാത്രം. വേറൊരാൾക്ക് ആ പദവി എടുക്കാൻ ഒക്കത്തില്ല. ആ യേശുവിൻ്റെ പദവിയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, അവൻ്റെ സ്നേഹത്തിൽ നമ്മൾ ഒഴുകുമ്പോൾ, അവൻ്റെ നദി നമ്മളിൽ കൂടി ഒഴുകുമ്പോൾ, നമ്മൾ പോകുന്നിടത്തെ വരുന്നിടത്തെയൊക്കെ ദൈവസ്നേഹം, അപ്പൻ്റെ യാഗം എത്ര വിലപ്പെട്ടതാണ്. ഇതിൽ കൂടെ ഒരു സ്നേഹം എങ്ങനെ ഡിപ്പിക്റ്റ് ചെയ്യാൻ നോക്കും? ലോകം മുഴുവത്തിൻ്റെ സൃഷ്ടാവാകുന്ന ദൈവം സ്വന്തം സ്വന്തപുത്രനെ നമുക്ക് വേണ്ടി തരിക തന്നെയല്ല, മനുഷ്യരാൽ പാപികളാൽ തന്നെ പുത്രനെ ക്രൂശിൽ കയറ്റി തൻ്റെ നെഞ്ചത്ത് കുന്തം കൊണ്ട് കുത്തി രക്തവും വെള്ളവും അവിടുന്ന് ഒഴുകിയപ്പോഴും പിതാവ് അനങ്ങിയില്ല. കാരണം നിയമപരമായിട്ട് ഈ വലിയ പാപത്തിന് പരിഹാരമായിട്ട് തൻ്റെ തന്നെ രക്തം കൊടുക്കേണ്ടിയിരുന്നു. പുത്രൻ്റെ രക്തമാണോ കൊടുത്തത്? സത്യത്തിൽ അപ്പൻ്റെ തന്നെ രക്തമല്ലേ കൊടുത്തത്? ഒരപ്പൻ്റെ വേദന പലപ്പോഴും അപ്പൻ പിതാവാം ദൈവം ചിന്തിച്ച് കാണും, എൻ്റെ പുത്രനെ മാറ്റി നിർത്തിവെച്ച് ഞാൻ തന്നെ നിൽക്കാമെന്ന്. അങ്ങനെ ചെയ്യാൻ ഒക്കത്തില്ലല്ലോ, അതുകൊണ്ട് പുത്രൻ വന്നു. അങ്ങനെയല്ലേ പല ഭവനങ്ങളിലും പല അപ്പന്മാർ, അമ്മമാർ, സഹോദരന്മാർ അന്യോന്യം കഷ്ടപ്പെട്ട് നിന്ന് കുടുംബത്തെ പടുത്തുയർക്കുമ്പോൾ അവിടെ ഐശ്വര്യമുണ്ട്, അവിടെ അനുഗ്രഹമുണ്ട്, ഐക്യത. പിതാപുത്ര പരിശുദ്ധാത്മാവിൻ്റെ തൃത്വത്തിൻ്റെ സ്നേഹം തന്നെ നമ്മളിൽ കൂടെ ഒഴുകിയേ പറ്റൂ. അതിൽ കൂടിയലായിട്ട് അതിൽ കുറഞ്ഞതായിട്ട് ഒരു സ്റ്റാൻഡേർഡ് നമുക്കില്ല. ഇതാണ് നമ്മുടെ ടെസ്റ്റ്. അവിടെ വരുന്നുണ്ടോ? വരുന്നില്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങണം, ദൈവമേ നിൻ്റെ സ്നേഹം. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ 3:16 എപ്പോഴും എടുക്കാൻ പറയുന്നത്. തൻ്റെ സ്വന്തം പുത്രനെ ആ ഭൂമിയിലേക്ക് അയച്ചത്, തൻ്റെ ഏകജാതനായ പുത്രനെ. അവൻ ദൈവം, പിതാവാം ദൈവം നമുക്ക് വേണ്ടി തന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിപ്പാൻ തക്കവണ്ണം
ദൈവം ലോകത്തെ, നമ്മളെ, എന്നെ സ്നേഹിച്ചത്. ഈ സ്നേഹം ഇതിനളവില്ല. അപ്പോൾ അവിടെ പിതാവിൻ്റെ വലിയ സ്നേഹം, പുത്രൻ്റെ അനുസരണവും സബ്മിഷനും, അതായത് പുത്രൻ വിട്ടുകൊടുക്കുകയാണ് എന്നെ തന്നെ. ഇസഹാക്ക് അബ്രഹാം പ്രായം ചെന്ന് അബ്രഹാം ഇസഹാക്കിനെ കയറുകൊണ്ട് കെട്ടിയാൽ, അല്ലെങ്കിൽ ആഘോഷമായിട്ട് കെട്ടും എളുപ്പമല്ലേ, ഒരു തൊഴി കൊടുത്താൽ അബ്രഹാം വീഴും. പക്ഷേ ഇസഹാക്ക് അനുവദിച്ചു. അവിടെ സ്നേഹത്തിൻ്റെ മുമ്പിൽ കൈകെട്ടി നിൽക്കുന്ന മക്കൾ, സ്നേഹത്തിൻ്റെ മുമ്പിൽ കൈകെട്ടി നിൽക്കുന്ന ക്രിസ്തു. നമ്മുടെ മക്കളുടെ ബലഹീനതയ്ക്ക് വേണ്ടി പിശാചിൽ നിന്നും അടി വാങ്ങിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന നിമിഷം വരെ നമ്മൾ ആവശ്യമില്ലാതെ അടികൊള്ളുകയാണ്. അങ്ങനെ ക്രിസ്തുവിനെ സ്വീകരിച്ച് കഴിയുമ്പോൾ ഏകയാഗമാവുന്ന ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്തതിനാൽ ദുഷ്ടനിനി തൊട്ടാനൊക്കത്തില്ല എന്നുള്ള സത്യം നമ്മുടെ മനസ്സിൽ. അതുകൊണ്ടാണ് ക്രിസ്തുവിനെ നമ്മൾ ഈ സ്നേഹം കൂടുമ്പോൾ ദ കപ്പ് ഓഫ് സഫറിങ്ങും കൂടെ ഉണ്ട്, കഷ്ടതയുടെ കപ്പും കൂടെ കുടിക്കേണ്ടിയിരിക്കുന്നു. അല്ലാതെ വളരത്തില്ല, അത് എളുപ്പമല്ല. അടുക്കൽ വരുംതോറും കർത്താവിൻ്റെ കഷ്ടതയുടെ കപ്പ്, ആ പാനപാത്രം കുടിച്ചേ പറ്റും. ആ വേദനയുടെ പാത്രം യേശുക്രിസ്തു ക്രൂശിന്മേലേറ്റ് നമുക്ക് വേണ്ടി. അതിന് അത്രയും ക്രൂരമായിട്ടുള്ള നമുക്കില്ല, പക്ഷെ എങ്കിലും കുറേയൊക്കെ നമ്മളും ചെയ്യേണ്ടിയിരിക്കുന്നു. അവൻ നമുക്ക് വേണ്ടി ക്രൂശുമരണമേറ്റതിനാൽ നമുക്ക് അവൻ്റെ അടുക്കിലേക്ക്, കൃപാസനത്തിലേക്ക് ധൈര്യസമേതം കടന്നു ചെന്ന്, അബ്ബാ പിതാവേ, ഇതാ ഞാൻ കടന്നു വന്നിരിക്കുന്നു. ഏത് ബലഹീനതയും പുത്രൻ്റെ രക്തത്താൽ കഴിയിരിക്കുന്നതിനാൽ, ഞാൻ എന്നെ വിശുദ്ധനെന്ന് അവിടുന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ, മക്കളെന്നാക്കിയതിന് നന്ദി പറയുന്നു. ഇത്ര വലിയൊരു കൃപ, അല്ലെങ്കിൽ യാഗമായിട്ട് പിതാവ് ചെയ്ത സ്നേഹത്തിന് മുമ്പ് ഞങ്ങളെ തന്നെ സമർപ്പിക്കും. അതുകൊണ്ടാണ് മുൻ നിയമിച്ചവരെയാണ് ഇതിനൊക്കെ, മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിക്കുകയും ചെയ്യുന്ന ദൈവം കടന്നു വന്നിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെയൊക്കെ മുൻ നിയമിച്ചവരാണ്. എത്ര മനസ്സിലാക്കിയാലും ആത്മാവ് പറയുന്നത് അല്പനേരം കേൾക്കും, പിന്നെയും ജഡം അങ്ങ് കയറി വരുന്നുണ്ട്. ഈ ജഡത്തിനെ പഠിപ്പിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് പല പ്രാവശ്യം പറഞ്ഞ് അതിന് വേര് വെപ്പിച്ച് കിളിപ്പിക്കണം. അതുകൊണ്ട് പുതിയ നാമ്പുണ്ടാകട്ടെ, പുതിയ വേരുണ്ടാകട്ടെ, ജീവവൃക്ഷം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന. പക്ഷേ അതിന് മുമ്പിലേക്ക് വിഷയേൽപ്പിച്ചു വെക്കുന്നു. അവിടുന്ന് കരുണയോടുകൂടി ഇറങ്ങി വന്ന് പിതാവിൻ്റെ യാഗവസ്തുവായിട്ട് പുത്രൻ തമ്പുരാൻ നിന്നതിനാൽ ഞങ്ങളുടെ ബലഹീനതകളെ മറന്ന് ഞങ്ങളോട് കരുണ തോന്നി പുത്രത്വം തരാൻ തക്കവണ്ണം പുത്രൻ്റെ നാമം ഞങ്ങൾ ഉപയോഗിച്ചോട്ടെ. യേശു എന്ന പേര് ഞങ്ങളുടെ കൂടെ ചേർക്കുമ്പോൾ ഞങ്ങളും പിതാവിന് ഇഷ്ടമുള്ള മക്കളാക്കി മാറ്റും. അതിന് വേറൊരു പോക്കുവഴിയില്ല എന്ന് വേദപുസ്തകം പറയുന്നു. കർത്താവേ, ഈ വലിയ പദവിയിലേക്ക് കയറുവാൻ ഞങ്ങൾ എന്ത് നന്മ ചെയ്തു, ഞങ്ങൾ എങ്ങനെ ഇതിന് പകരം ചെയ്യുന്നു, രക്ഷയുടെ പാനപാത്രമെടുത്ത് അനേക മക്കളിലേക്ക് ഈ സത്യവെളിച്ചം പകർന്നു കൊടുത്ത് അനേകരെ പിതാവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുചെല്ലാൻ പുത്രൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കാൻ ദ ക്രിയേറ്റീവ് പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഞങ്ങളിലേക്ക് കടന്നു വരട്ടെ. അവിടുന്ന് അത് ചെയ്യുന്നതിനാൽ സ്തോത്രം. അപ്പൻ്റെ കൂടെ നിന്ന് ഞങ്ങൾക്കും കൂടെ സ്വർഗരാജ്യം പണിതെടുക്കുവാൻ ഞങ്ങളെ അവകാശം ആക്കിയത് പുത്രൻ്റെ പേരാണ്. അത് ഞങ്ങൾ നന്ദി പറയുന്നു. അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ. ആമേൻ.